ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് ഒരു മീൻ വറുത്തതിൻ്റെ റെസിപ്പി നോക്കിയാലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ വറുത്തതിൻ്റെ റെസിപ്പിയാണ്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. അതിനായിട്ട് ഞാൻ ഇവിടെ ആദ്യം തന്നെ മീനൊക്കെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇതേപോലുള്ള കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ നമുക്കൊരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. മീൻ ഏത് ഓയിലാണോ വറുത്തെടുക്കുന്നത് ആ ഓയിൽ വേണം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തിരിക്കുന്ന ആ പേസ്റ്റ് നമുക്ക് മീനിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ കേര മീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ആദ്യം തന്നെ നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം വെച്ച് കൊടുക്കാം. മീനെല്ലാം വെച്ച് കൊടുത്ത ശേഷം പാൻ ഇതുപോലെ കയ്യിലെടുത്തൊന്ന് ചുറ്റിച്ച് കൊടുക്കണം. അപ്പം മീൻ താഴെ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടും. അതിനുവേണ്ടി ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് വെക്കാം. ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം മറുവശവും ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഈ എണ്ണയിൽ നിന്ന് ഇത് കോരിയെടുക്കാം. അപ്പം നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ കേരമീൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ടൈം എടുക്കും. രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ആയി കിട്ടാൻ. ഇത് കുക്കായി കിട്ടാൻ അത്യാവശ്യം ടൈം എടുക്കുന്ന മീനാണ്. അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇട്ട് കൊടുത്ത ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഈ മീനിൻ്റെ മറുവശവും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ബാച്ചും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിലാണോ ഇഷ്ടമുള്ളത് അത് ഉപയോഗിക്കാവുന്നതാണ്. മീനൊക്കെ എപ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്. അപ്പം നമ്മൾ ഇതുപോലെ മീൻ ഇട്ട് കൊടുത്തിട്ട് പാത്രം ഇതുപോലെ കയ്യിലെടുത്തിട്ട് ചുറ്റിച്ച് വെക്കുക. അപ്പം മീൻ താഴെ ഒരിക്കലും ഒട്ടിപ്പിടിക്കത്തില്ല. ഞാനിവിടെ കാസ്റ്റ് ചെയ്യേണ്ട ഫ്രൈ പാനിലാണ് കേട്ടോ വറുത്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വറുത്തെടുക്കാനായിട്ട് സാധിക്കും. നോൺ സ്റ്റിക്കിലാണെങ്കിലും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഈ ഒരു കാസ്റ്റ് ചെയ്യേണ്ട പാത്രമാകുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും കാസ്റ്റ് അയൺ ആണ് ഉപയോഗിക്കുന്നത്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി അടുത്ത റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.